നമസ്കാരം, കുമാർ മേനാണ്. ഞാനൊരു ഡോക്ടറോ അല്ലെങ്കിൽ ഇൻഷുറൻസിനെ പറ്റി എല്ലാം അറിയുന്ന ആളൊന്നും അല്ലെങ്കിലും പല സീനിയർ സിറ്റിസൺസും എന്നെ വിളിക്കാറുണ്ട്. അത് അവർ സംസാരിക്കുന്ന ടോപ്പിക്ക് അവർക്കറിയേണ്ട കാര്യം മുട്ട് മാറ്റൽ ശസ്ത്രക്രിയ, നീ റീപ്ലേസ്മെൻറ്റ് സർജറി. ഒരു നീ ആവാം, രണ്ട് നീ ആവാം. അതിനെപ്പറ്റിയാണ് അവർക്ക് ഡൗട്ട്. ആ ഡൗട്ട് കൂടാൻ കാരണം ഇപ്പോൾ ഈയിടെ കുറച്ച് കൂടിയിട്ടുണ്ട്. അത് ഇൻഷുറൻസ് കിട്ടും എന്നുള്ളൊരു ആശ്വാസത്തിലാണോ പലരും അതിന് പോണേന്നൊരു സംശയം ജനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആവണമെന്നില്ല. വേദന സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ആരാണെങ്കിലും ആശുപത്രിയിൽ പോയി എന്തെങ്കിലും ചെയ്യുമല്ലോ, അതുകൊണ്ടായിരിക്കാം. പക്ഷെ വളരെയധികം കൂടിയിട്ടുണ്ട്. അതനുസരിച്ച് നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന ആശുപത്രികൾ, അത് ലെറ്റ് ഇറ്റ് ബി മൾട്ടി സ്പെഷ്യാലിറ്റി അങ്ങനെ എല്ലാ ആശുപത്രികളിലും അത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതിനെപ്പറ്റി കേരളത്തിൽ എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ ലീഡിങ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്. എറണാകുളത്തുള്ളത് ചിലത് എനിക്കറിയാവുന്ന ലിമിറ്റഡ് നോളജ് വെച്ചിട്ട് ഞാൻ പറയാം. അമൃതയിലുണ്ട്, ഓഫ് കോഴ്സ്, ആസ്ട്രോ മെഡിസിറ്റി, പിന്നെ റെനെ മെഡിസിറ്റി, മെഡിക്കൽ ട്രസ്റ്റ്, സെറാഫ് മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ഇവിടെയൊക്കെയാണ്. ഇതിൻ്റെയൊക്കെ മുട്ട് ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടും കൂടി ചെയ്യുകയാണെങ്കിൽ നോർമലി കേരളത്തിലേക്ക് റേറ്റ് വെച്ചിട്ട് ഒരു 1,60,000 തൊട്ട് 6 ലക്ഷം വരെ പോവാം. പക്ഷേ അത്രയ്ക്ക് പോകേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എറണാകുളത്തുമൊക്കെ ആ പരിസരത്തും ബാംഗ്ലൂരെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. ഒരു 3 lakhs പ്ലസ് വെച്ചിട്ട് 3,20,000 ആ റേഞ്ച്, അല്ലെങ്കിൽ 2,90,000, അത് ഇൻഷുറൻസ് ഉള്ളവർക്കാണെങ്കിൽ ഇൻഷുറൻസ് കിട്ടുകയും ചെയ്യും, പരിരക്ഷ കിട്ടുകയും ചെയ്യും. അവർക്ക് അതുമായിട്ട് ശ്രമിച്ചു നോക്കാവുന്നതാണ്. ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും ശരി, പുരുഷന്മാരാണെങ്കിലും ഓവർ വെയ്റ്റ്, അവർ ചെയ്യുന്ന ജോലികൾ, കുട്ടികളെ നോക്കുക, ഇപ്പോൾ അടുക്കളയിലുള്ള ജോലി, ഇതൊക്കെ പല കാരണങ്ങളായിരിക്കാം. പക്ഷേ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഒരു ഓപ്പറേഷന് പോണതിന് മുമ്പ് ഒരു 3 ഡോക്ടേഴ്സിൻ്റെയെങ്കിലും ഒപ്പീനിയൻ വാങ്ങണം. എന്നിട്ട് വേണം അത് മുന്നോട്ട് പോകാനായിട്ട്. അതുകൂടാതെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, സർജറി കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പിയാണ്. അത് ഫിസിയോതെറാപ്പി ആവുന്നതും ഹോസ്പിറ്റലുമായിട്ട് കൺസൾട്ട് ചെയ്യാനും പെട്ടെന്ന് അടുത്തുള്ള സ്ഥലത്ത് ഫിസിയോതെറാപ്പി ചെയ്യുകയാണ് നല്ലത്. അല്ലാതെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വന്ന് എറണാകുളത്ത് വന്ന് പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാവും. അതിൻ്റെ ചിലവ് പോലും ഇൻഷുറൻസ് വഹിക്കുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം ഈ ടോപ്പിക്ക്